കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹത്തിനായി തെരച്ചിൽ തുടരുന്നുണ്ട്. വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹം പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കക്കാട്ടുകടയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കുഴിയിലിരുത്തിയ നിലയിൽ മൃതദേഹം കണ്ടെടുത്തത്. വിജയനെ കൊന്ന് വീടിന്റെ അകത്ത് കുഴിച്ചിട്ടെന്ന പ്രതി നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, ഇപ്പോൾ തെളിവെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ദിവ്യ, നിതീഷിന്റെ മൊഴി പ്രകാരം കക്കാട്ടുകടയിൽ വീട്ടിലെത്തിയ പോലീസിന് കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. 7 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിന് ശേഷം നിതീഷ് ചൂണ്ടിക്കാണിച്ച അതേ സ്ഥലത്തുനിന്ന് വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിലേക്ക് പ്രതിയുമായി പോലീസ് സംഘം പോയിരിക്കുന്നത്. അവിടെ നിലവിൽ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് പ്രതിയുമായി എത്തി തെളിവെടുപ്പ് നടപടികൾ നടത്തുകയാണ്. ഈ വീടിനോട് ചേർന്ന് മുമ്പ് ഇവർ താമസിച്ചിരുന്ന വീടാണ്. ഈ വീടിനോട് ചേർന്ന് തൊഴുത്തിൽ ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്നാണ് ഈ പ്രതിയായ നിതീഷ് പോലീസിന് നൽകിയിരിക്കുന്ന ആ ഒരു മൊഴി. 2016 നടന്ന ഒരു ാണ്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം അല്ലെങ്കിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക പോലീസിനുണ്ട്. എന്തായാലും നിതീഷ് പറയുന്ന സ്ഥലത്ത് തന്നെ പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. ആ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും ആദ്യം പറഞ്ഞ അതേ സ്ഥലത്ത് നിന്ന് തന്നെ വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. വിജയനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വിജയന്റെ ഭാര്യ സുമ, ഒപ്പം മകൻ വിഷ്ണു എന്നിവരെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് നിതീഷാണ്. നിതീഷിന് സഹായം ചെയ്തത് വിജയന്റെ മകൻ വിഷ്ണുവുമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 കേസുകളിലാണ് ഈ പോലീസ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുന്നത്. ഇന്ന് തന്നെ ഈ നവജാത ശിശുവിന്റെ മൃതദേഹവും കണ്ടെടുക്കാനാകും എന്ന ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗത്ത്. ഇപ്പോൾ നിതീഷിന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് തന്നെയാണോ പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്? അങ്ങനെ തന്നെയാണ് ദിവ്യ. കാരണം ഈ കക്കാട്ടുകടയിലെ വീട്ടിലേക്ക് പോലീസ് എത്തുമ്പോൾ നിതീഷിന്റെ ആ മൊഴിയുടെ ഒരു പശ്ചാത്തലവും ഒപ്പം തന്നെ മുമ്പ് ആ വീട്ടിൽ കണ്ട സാഹചര്യ തെളിവുകളും ഇതായിരുന്നു പോലീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ഏക പിടിവള്ളി. അതിനെ തുടർന്നാണ് ഈ നിതീഷിന്റെ മൊഴി വിശ്വസിച്ച് ഈ 9 മണിയോടുകൂടി ഇന്ന് രാവിലെ 9 മണിയോടുകൂടി കക്കാട്ടുകടയിലെ വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം പിന്നീട് പോലീസ് നടത്തിയ ആ ഒരു പരിശോധന ഏതാണ്ട് 7 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഈ വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ നിലയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു ഈ കൊല ആസൂത്രണം ചെയ്തത് എന്ന് മനസ്സിലാക്കത്തക്ക വിധമായിരുന്നു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത്. അതായത് ഈ ചുറ്റിക കൊണ്ട് വിജയന്റെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം 1.5 ദിവസം സമയമെടുത്തു ഈ കുഴി തയ്യാറാക്കാൻ. അതിനുശേഷം അവിടെ ഈ ഇരുത്തിയ നിലയിൽ ഈ വിജയന്റേതെന്ന് കരുതുന്ന ആ ശരീരം അതിനകത്ത് ഈ കുഴിക്കകത്തേക്ക് ഇടുകയായിരുന്നു. ഒപ്പം തന്നെ വിവിധ രീതിയിലുള്ള പൂജാ കർമ്മങ്ങളും നടത്തിയിട്ടുണ്ട്. വിജയന്റെ പാന്റ്, ഒപ്പം തന്നെ ഷർട്ട്, ബെൽറ്റ് തുടങ്ങിയ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും ഒപ്പം തന്നെ വിജയന്റെ ശരീരഭാഗങ്ങളും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വിജയന്റേത് തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇനി ഉണ്ടാകേണ്ടത്. പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും ഈ സിജോ വർഗീസാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കട്ടപ്പനയിലെ ഇരട്ട കൊലപാതക കേസിലാണ് ഇപ്പോൾ പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്.